ദിക്റൊക്കെ ചൊല്ലിയാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും തിരിഞ്ഞിരിക്കും. അങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് അങ്ങനെ ചോദിക്കും, നിങ്ങള് ആരൊക്കെയാണ് കിനാവ് കണ്ടത്, ആരൊക്കെയാണ് സ്വപ്നം കണ്ടത്? അങ്ങനെ ഓരോ ആളുകള് സ്വപ്നം കാണാറുണ്ട്. നല്ല മൂല്യമുള്ള സ്വപ്നാണെന്ന് കാണുക, അതല്ലാതെ പോത്ത് ചിറക് വെച്ച് പാറുന്നതൊന്നും കാണലില്ല. നല്ല കിനാവ്, നല്ല സ്വപ്നം ഇങ്ങനെ കാണുക. അങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറയും. ചില ദിവസം വേറെ കാര്യങ്ങൾ ചോദിക്കും. ഒരു ദിവസം നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ഇന്ന് നോമ്പുകാരനായി വന്നത്? അപ്പൊ സാധാരണ ഒരു ദിവസം റമളാൻ മാസത്തിലെ സുബഹിന്റെ ശേഷം ഉസ്താദ് ചോദിക്കാണ്, ആരാണ് നോമ്പുകാരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈചൊന്തിക്കും, ഞങ്ങളൊക്കെ നോമ്പുകാരാണ്. അങ്ങനല്ല, ഒരു ഇട ദിവസം നല്ല ചൂടുള്ള ടൈം, ആരാണ് നോമ്പുകാരനായത്? അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുക. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചിരിച്ചു, അന യാ റസൂലല്ലാഹ്, എനിക്ക് നോമ്പുണ്ട്. ഒരാള് അമല് ഇങ്ങനെ കുറെ അമലുകൾ കൂട്ടിയിട്ട് ദ്വാരക്കണ ഒരു ഏർപ്പാടുണ്ട് അല്ലെ? ഇപ്പൊ സലാത്ത് കൂടിയൊക്കെ സമ്പാദിച്ചിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് ദ്വാരക്കലുണ്ടല്ലോ. അത് മറ്റുള്ളവരുടെ അമല്, അത് അവനാനെന്തിനാ അപ്പൊ ഇങ്ങനെ കൂടി എയ്ത്തോ കൊടുക്കണത്? എന്തിനാ അവനാന്റെ ദ്വാരണം? അങ്ങനെ ദ്വാരന്നാ പോരെ, ഒറ്റക്കാൻ ദ്വാരന്നാ പോരെ എന്നൊക്കെ പറയും. അത് ഈ അമല് മുൻനിർത്തുക എന്നുള്ളത് ആ ഗുഹാവാസികളുടെ ചരിത്രത്തിലൊക്കെ ഉണ്ടല്ലോ. അവനാൻ ചെയ്ത അമല് മുൻനിർത്തുക. അതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദുവിന്റെ അവിടെയൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അപ്പൊ ആരാണ് ഇന്ന് നോമ്പുകാരനായി വന്നത് എന്ന് ചോദിച്ചു. മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഞാൻ ഉണ്ട്. വേറെ ആരും അങ്ങനെ കണ്ടില്ല. വേറെ പിന്നെ മുത്തുനബി ചോദിച്ചു, അല്ല ആരാണ് ഇന്ന് ഒരു ജനാസയെ പരിപാലിച്ചത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. ജനാസ या शम्सुल हुदा महबूबी सदा, या शम्सुल हुदा महबूबी सदा, मनदारिल स्नेह सुदा प्रभये नूरंबदा. സഹാബത്ത് ഉളൂഓടുകൂടെ പള്ളിയിലേക്ക് ഒരാൾ നടന്നു വന്നാൽ ആ നടത്തം എങ്ങനെയെന്നാ നമ്മൾ ക്ലാസ് പറഞ്ഞത്? ഹജ്ജിന് ഇഹ്റാം കെട്ടിയവന്റെ പ്രതിഫലമാണ് ഉളൂഓടുകൂടെ വീട്ടിൽ നിന്ന് വന്നാൽ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഇങ്ങനെ 6 കാര്യങ്ങൾ, പൊതുവിൽ ആ കരിമ്പൊളിപ്പിനാരും ചെയ്യാത്ത വിഷയം, നേരം പുലരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്ത് ഫിനിഷാക്കി വരിക നന്മയെ സ്നേഹിച്ചവർ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ വിശദീകരിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ ഇപ്പൊ ഇങ്ങനെതൊക്കെ കഴിച്ചില്ല, എങ്ങനെയെന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സുബഹിക്ക് മുമ്പ് എണീറ്റപ്പോൾ ചിന്തിച്ചു, മഗ്രിബ് വരെ ഞാൻ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അഥവാ ഈ പകലിൽ എന്റെ റൂഹിനെ പിടിക്കുകയാണെങ്കിൽ ഞാനൊരു നോമ്പുകാരനായി റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നോമ്പുകാരനായി ആട്ടെ, നിങ്ങളൊരാൾക്ക് രോഗിയെ സന്ദർശിച്ചു വരുന്നു എന്ന് പറയുന്നല്ലോ, എന്താണ്? ഞാൻ പള്ളിയിലേക്ക് വരുമ്പോഴാണ് ഇന്നലെ ഇശ നിസ്കരിച്ചു പോകുമ്പോ എന്നും ജമാഅത്തിന് കാണാറുള്ള ഒരാളെ കാണാനില്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് അന്വേഷിച്ചത്. വീടിന്റെ അടുക്കലെത്തിയപ്പോ അയാള് രോഗിയാണ് എന്നറിഞ്ഞു. ഞാൻ ഉടനെ തന്നെ തിരിച്ചുപോയി അയാളെ അപ്പോഴൊന്ന് സന്ദർശിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം സുബഹിക്ക് വരുന്ന സമയം ഞാൻ വീണ്ടും സുബഹിക്ക് വരുമ്പോൾ നല്ല കാര്യമാവട്ടെ എന്ന നിലക്ക് രോഗിയെ സന്ദർശിച്ചു വരികയാണ്. രോഗിയെ ഒരാൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ദുആയിരക്കാൻ 1000 റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ ചോദിച്ചു ഒരാള്, നിങ്ങൾക്ക് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സന്ദർശിച്ചാ പോരെ?
എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ആ ടൈമിൽ സന്ദർശിച്ചത്? ഉടനെ മറുപടി പറയുന്നു, സുബഹിന്റെ ശേഷം, സൂര്യോദയത്തിന്റെ ശേഷമാണ് ഒരാൾ രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ അത് ഒരു രോഗ സന്ദർശനത്തിന്റെ റെക്കോർഡിലാണ് കയറുന്നത്, ഒരൊറ്റ അമലായിട്ടാണ് കയറുന്നത്. നേരെ മറിച്ച് സുബഹിയുടെ മുമ്പുള്ള രോഗ സന്ദർശനം 70 അമലായിട്ടാണ് കയറുന്നത്. ഇന്ന് ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, സുബഹിയുടെ മുമ്പുള്ള ദിക്ർ 70 ഇരട്ടിയാണ്. സുബഹിയുടെ ശേഷമുള്ള ദിക്റിനേക്കാൾ അത് മുമ്പ് സൂചിപ്പിച്ചല്ലോ. സുബഹിയുടെ മുമ്പുള്ള സമയത്തിന്റെ 7 പ്രത്യേകതകൾ മുമ്പ് പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, രോഗിയെ സുബഹിക്ക് പള്ളിയിൽ വരുമ്പോൾ തന്നെ സന്ദർശിക്കാനുള്ള കാരണം അത് 70 റിക്കാർഡിൽ കയറാൻ വേണ്ടിയാണ്. ആട്ടെ, നിങ്ങൾ ആർക്കാണ് സദഖ കൊടുത്തത്? ഞാൻ ആ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോ ആ രോഗി ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ, എനിക്കൊരു റൊട്ടി തന്നു. ആ റൊട്ടി തന്നപ്പോഴാണ് അപ്പുറത്തൊരാൾ ദയനീയമായി എന്റെ മുഖത്തേക്ക് നോക്കുന്നത്. ഞാനാണെങ്കിലോ അത്താഴം കഴിച്ച് നോമ്പെടുക്കാൻ തീരുമാനിച്ചവരാണ്. അൽഹംദുലില്ലാ, നല്ലൊരു ചാൻസ് ആണെന്ന് മനസ്സിലാക്കി എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനൊന്നുമില്ലെങ്കിലും ഈ പാവപ്പെട്ടവനെ പരിഗണിക്കുക എന്ന നിയ്യത്തോടുകൂടെ ഞാൻ ഈ റൊട്ടി അങ്ങ് കൊടുത്തു സദഖയുമായി. അതേ, ആട്ടെ, എങ്ങനെയാണ് ഈ നേരം പുലരുമ്പോഴേക്ക് സുബഹിയുടെ മുമ്പ് തന്നെ ഒരു ജനാസയെ സംസ്കരിച്ചത്? ഞാൻ വരുമ്പോൾ ഒരു വീട്ടിൽ നിന്നിങ്ങനെ നിസ്സായനായി ഒരാൾ നിൽക്കുന്നത് കണ്ടു. എന്താണെന്ന് ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ച കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ ഖബറടക്കുക, എന്താണ് ചെയ്യുക എന്നറിയില്ല. ജനിച്ച സമയത്ത് ജീവനുള്ള ആ കുഞ്ഞ് ഉടനെ മരണപ്പെട്ടപ്പോ ആ കുഞ്ഞിനെ കുളിപ്പിച്ചത് ഞാനാ, ആ കുഞ്ഞിനെ കഫൻ ചെയ്തത് ഞാനാ, ആ കുഞ്ഞിന്റെ മേൽ നിസ്കരിച്ചതും ഞാനാ, ആ കുഞ്ഞിന് വേണ്ടി ഖബറടക്കിട കൊടുത്തതും ഞാനാ, ആ കുഞ്ഞിനെ ഖബറടക്കിയവരും ഞാനാ. ഈ നിലക്ക് ഓരോന്നും പറഞ്ഞപ്പോ ഇരിക്കുന്നിടത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എണീറ്റിട്ട് തലമ്മ കയ്യച്ചു. ഞാൻ ഇപ്പൊ എന്താ കേട്ട, എനിക്ക് മാറ്ററൊന്നുമില്ലല്ലോ, എന്താ ചെയ്യാ? ഹേയ് 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 എന്ന് പറഞ്ഞിങ്ങനെ ഓടുക. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബേജാറാവണ്ട, അവസരം കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുക. സയ്യിദന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, 3 കാര്യം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂല. 1, നഷ്ടപ്പെടുത്തിയ സമയം. സമയം വേസ്റ്റാകൽ തിരിയൽ എപ്പോഴാണ് അറിയോ? ഈ റെയിൽവേ ഗേറ്റിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ് നിൽക്കുക, ചോത്തത് ഇങ്ങനെ കാണുമ്പോ അങ്ങനെ എടുത്തെത്തുന്നോട് കൂടെ ആ കമ്പിയുടെ താണു നിൽക്കുക. അപ്പുണ്ടാകും, പടച്ചോനെ, നേരത്തെ അയാളോട് ആ വർത്താനം പറഞ്ഞ നേരത്തുനിന്ന് ഒരു അരമിനിറ്റിന്റെ ഒരു പൊട്ട് കിട്ടിക്കണമെങ്കിൽ നമുക്ക് ഈ ഗേറ്റ് അടക്കലിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കും. നിങ്ങളെ 1 സെക്കൻഡ് നഷ്ടപ്പെട്ടതറിയാ. ഈ റണ്ണിങ്ങനെ ഓട്ട മത്സരം, അങ്ങനെയുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ സ്പോർട്സ് താരങ്ങള് 1 സെക്കൻഡിലെ 255 അംശത്തിൽ ഒരു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്താകല്, ചെറിയ നിരക്ക ഫിനിഷ്. അപ്പൊ 1 സെക്കൻഡിന്റെ ആ പൊട്ടിന്റെ വില ഓൽക്കറിയാം. അപ്പൊ സമയം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരാൾക്ക് 4 ഖേദം ഉണ്ടാകാം. 4 ഖേദം: നദാമത്തു സന, നദാമത്തുൽ ഷഹർ, നദാമത്തുൽ ഉസ്ബൂ, നദാമത്തുൽ അബദ്. നദാമത്തുൽ യൗം, നദാമത്തുൽ ഉസ്ബൂ, നദാമത്തുൽ സന, നദാമത്തുൽ അബദ്. അങ്ങനെ 4 1 ദിവസത്തെ ഖേദം. ഒരു ദിവസത്തെ നാസ്ത നഷ്ടപ്പെട്ടു നിൽക്കുക, പനി പിടിച്ചാണ്ട് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല, നല്ല അടിപൊളി, നല്ല മട്ടനും കുറുമിയും സംഗതി ഇതൊക്കെ ഉള്ള അടിപൊളി നാസ്തയായിരുന്നു, അത് നഷ്ടപ്പെട്ടു നിൽക്കുക. പിന്നെ നാളെ വേറെ നാസ്തയാണല്ലോ, അതാ നാസ്ത വെക്കണ്ട. എന്നാലും എന്താണ്, ഈ നാസ്ത നഷ്ടപ്പെട്ടല്ലോ, അതൊരു സംഗതിയാണ്. ഒരാൾക്ക് ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രവർത്തനം നഷ്ടപ്പെട്ടാൽ അങ്ങനെയാണ്. അതിന് നദാമത്തുൽ യൗം, ഒരു ദിവസത്തെ ഖേദം പറയും. നദാമത്തുൽ ഉസ്ബൂ, വെള്ളിയാഴ്ച പള്ളിക്ക് പോകാൻ കഴിഞ്ഞില്ല നിൽക്കുക,
എന്നാ പിന്നെ പാലക്കാടത്തെ ആള് പറഞ്ഞ പോലെ ഞായറാഴ്ച നേരത്തെ വരും, സർക്കാർ അവധിയല്ലേ, 10 മണിക്ക് തന്നെ ജുമ എടുത്താന്ന് പറഞ്ഞാൽ അത് നടക്കണ കേസല്ലല്ലോ. പിന്നെ ഒരു ആഴ്ചത്തെ പള്ളിത്തെ ജുമ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഗതി തന്നെയാണ്. കാരണം ഒരാൾ ജുമ നിസ്കരിച്ചാൽ ആ ജുമയ്ക്ക് അയാൾക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്, കിട്ടുന്നുണ്ട്. അതിന്റെ ശ്രേഷ്ഠതയ്ക്ക് ഇമാം സുയൂത്തി വിശദീകരിച്ചിട്ടുണ്ട്, സമയമില്ല. നദാമത്തു സന, ലൈലത്തുൽ ഖദ്ർ ഒരാൾക്ക് നഷ്ടപ്പെട്ടു നിൽക്കുക, അത് കൊല്ലത്തെ വലിയ നഷ്ടമാണ്. കാരണം ഒരു കൊല്ലത്തിൽ 80 ചില്ലാനം കൊല്ലം 4 മാസം ഇബാദത്തെടുത്താൽ കിട്ടാത്ത സംഗതിയാണ് ഈ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് കിട്ടുന്നത്. അത് പോയ തന്നെ അടുത്തൊല്ലം വരൂല ലൈലത്തുൽ ഖദ്ർ. അത് അടുത്തൊല്ലം വേറെ ലൈലത്തുൽ ഖദ്റാ, അത് വേറെ ലൈലത്തുൽ ഖദ്റാണ്. ഒരുപാട് നഷ്ടങ്ങളാണ്. നദാമത്തുൽ അബദ്, കാലാകാലം നഷ്ടം സംഭവിക്കലാണ് ഈ ഭാര്യ മോശാകുക എന്ന് പറഞ്ഞാല്. കെട്ടിയ പെണ്ണുങ്ങള് ഭാര്യ മോശമായി കഴിഞ്ഞു, ഓളെ സ്വഭാവം മോശമായി നിൽക്കുക, അത് ഭയങ്കര വിഷയമാണ് അല്ലേ? അപ്പോ അതുകൊണ്ടാണ് ഒരാള് തീരുമാനിക്കുകയാണ്, ഞാൻ കല്യാണം കഴിക്കാൻ 100 ആൾക്കാരോട് മുഷാവറ നടത്തും. അങ്ങനെ കുറെ ആൾക്കാരെ ഡിസ്കഷൻ നടത്തലുണ്ട്, ബ്രോക്കർമാരോടെ നടത്തല്. അത് ഭയങ്കരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാൻ 100 ആൾക്കാരോട്, ബനു ഇസ്രായേലത്തെ ഒരാളാണ്, 100 ആൾക്കാരോട് ഞാൻ ചോദിച്ച് ഡിസ്കസ് ചെയ്തിട്ടേ കല്യാണം കഴിക്കൊള്ളൂ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു. 99 കഴിഞ്ഞു. 99 ആളോടും മുസാവറ നടത്തി. ഒരു കാര്യമായിട്ടുള്ള സംഗതി ഒന്നും കിട്ടിയില്ല. എങ്ങനെയുള്ള പെണ്ണാകണം അങ്ങനെ കിട്ടിയില്ല. ഇനി ഏതായാലും ഒരാളൂടെ ബാക്കിയുണ്ടല്ലോ എന്നുള്ളവർക്ക് സുബയൊക്കെ നിൽക്കിച്ച് രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ മുറ്റത്തേക്ക് ഇറങ്ങി. ആരെ കാണുന്നത്? അപ്പൊ നോക്കുമ്പോണ്ട് ഒരാളൊരു കൊമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ പിപി പിപി എന്നറിഞ്ഞു വരും. ഈ കുട്ടികളുണ്ടല്ലേ ഈ പൂളക്കൊമ്പ് എടുത്തുങ്ങാണ്ട് വണ്ടി വിടുന്നു. അതേപോലെ ഇങ്ങനെ എന്റെ വാഹനമാണ്, വാഹനത്തിന് സൈഡ് കൊടുക്ക്, വാഹനത്തിന് സൈഡ് കൊടുക്ക്, ഡുണ്ടു നടന്നു പോകുക. എന്റെ കുതിരനെ മാറ്റി, എന്റെ കുതിരനെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്ത് ആള് കിളിങ്ങിയ ആളാണെന്ന്. കാരണം ഒരു മരക്കൊമ്പ് എടുത്തിട്ട് എന്റെ കുതിരയാണ്, എന്റെ വണ്ടിയാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ എത്താ പിന്നെ മയനുള്ളത്. അപ്പൊ അങ്ങനെ എന്താണ് ഇയാൾ അങ്ങനെ നടക്കുക. അപ്പൊ ഇനിയിപ്പോ 100 ആദ്യം കണ്ട ആളോട് മുസാവറ നടത്തുമെന്നാണ് തീരുമാനിച്ചത്. അപ്പോ ഇപ്പൊ ഇയാളെ ഇപ്പൊ കാണുകയും ചെയ്തത്. എന്താപ്പ അയാളോട് ചോദിക്കുന്നു. ഏതായാലും ചോദിക്കുക, ഏയ് അവിടേക്കെന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആരെ കെട്ടണ്ടെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സൗജത്തുൻ ലക് സൗജത്തുൻ അലൈക് സൗജത്തുൻ ലക വലാ ലാ ലക വലാ അലൈക. ഒരു പെണ്ണ് എനിക്ക് അനുകൂലാണ്, ഒരു പെണ്ണ് എനിക്ക് പ്രതികൂലാണ്. ഒരു പെണ്ണ് അനുകൂലമല്ല പ്രതികൂലമല്ല, ഇതറുവിന്റെ മരുന്നിന്റെ ആയിരിക്കും ഗുണമല്ല ദോഷമല്ല. അങ്ങനെയാണ്. എന്നെ ശല്യപ്പെടുത്തരുത്, എന്റെ വണ്ടിനെ ഇടങ്ങാറാക്കരുത്, എന്റെ കുതിര പോട്ടെ ടട്ട എന്ന് പറഞ്ഞ് പിന്നെ അയാൾ പോവുക. അതിൽ നിൽക്കുന്നത് തിരിഞ്ഞില്ല എന്നാണ്. ആ പറഞ്ഞത് സൗജത്തുല്ലക്, അന്റെ അടുത്തുനിന്ന് എല്ലാ ആനുകൂല്യവും കിട്ടണമുണ്ട്, അന്നൊരു പരിപൂർണ സംതൃപ്തിയാണെങ്കിൽ അത് എനിക്ക് അനുകൂല, അതിന് കെട്ടിക്കോ. അല്ല സൗജത്തുൻ അലൈക്, ഒരു കല്യാണം കഴിച്ചിട്ട് അത് ഭർത്താവ് ഒഴിവാക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ പിന്നെ അതിനെ കെട്ടിയാൽ ആ കെട്ടിയ പെണ്ണിന് പഴയ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം കിട്ടണില്ലെങ്കിൽ അൻ്റെത് തിന്നും വേറെ ചിന്തിക്കും ചെയ്യും. അതുകൊണ്ട് അലൈക്ക, അതെനിക്ക് എതിരാണ്. മൂന്നാമത്തതോ എന്ന് വെച്ചു. മൂന്നാമത്തത് എന്ന് പറഞ്ഞാല് ബറാബറായി നടക്കുന്ന, ഗുണമല്ല ദോഷമല്ലാതെ കിട്ടണമില്ല കൊടുക്കണമില്ല എന്ന് പറഞ്ഞ പോലെ ആ നിലക്ക് നടക്കണവരാണ് എന്ന് പറഞ്ഞു പോയി. അപ്പൊ നല്ല വർത്താനാണല്ലോ, എന്താ നിങ്ങൾ ഈ വണ്ടിയോട്ട് കിടക്കണമെന്ന് വെച്ചു. അപ്പോ ഒന്നുമില്ല, എന്റെ വിഷയത്തിൽ ഇടപെടണ്ടാണ്. അവസാനം നിർബന്ധിച്ച് പറഞ്ഞു ബനു ഇസ്രായേലർ എന്നെ കാളിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാളിയാക്കാൻ തീരുമാനിച്ചപ്പോ ഞാൻ ഭ്രാന്തനായി അഭിനയിക്കുക, നിങ്ങൾ ആരോടും പറയണ്ട. ഓല കാളിയാകാൻ എനിക്ക് കഴിയൂല. മൂസാ നബി അലൈഹി ഇസ്ലാം എന്നെ ഇടപെട്ട് വല്ലാതെ ഇടങ്ങേറായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ്, ഞാനിങ്ങനെ പോട്ടെ. കാരണം ഒരാൾ പറഞ്ഞ വിധി കൊണ്ട് എന്തായാലും ഒരു തൃപ്തിപ്പെടൂല. ഇപ്പോ തീരുമാനങ്ങളൊക്കെ നയിക്കാൻ 3 കാളിയന്മാരുണ്ട് ഇന്ദ്ര ബനു ഇസ്രായേലിൽ. ഈ 3 ഒരാളോട് പോയി ചോദിക്കും ഒരാള്. അപ്പോ അയാൾ എന്തേലും പറയും, അത് തൃപ്തി. അപ്പൊ 2ാമത്തെ ആളെടുത്ത് പോകും, അവൻ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ 3ാമത്തെ ആളെടുത്ത് പോകും. ഇങ്ങനെ 3 ആളെടുത്തും ഓരോരുത്തരും ഇങ്ങനെ പോകും. അവസാനം ഒരു മലക്ക് തീരുമാനിക്കുക അള്ളാന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ കാളിയന്മാരിൽ ആരാ ശരി, എങ്ങനെ ശരി എന്നുള്ളത്. എങ്ങനെ ശരി ഏതാ നോക്കാൻ വേണ്ടിയിട്ട് ഈ മലക്ക് ഇറങ്ങി. അങ്ങനെ ഒരാൾ, ഈ മലക്കൊരു കുതിരനേട്ടാ വന്നത്, ഒരു കുതിര. ഈ കുതിരനേട്ട് ആളുകൾ വെള്ളം കുടിക്കുന്ന ഒരു കിണറിന്റെ അടുത്ത് വരികയാണ്. അങ്ങനെ അടുത്ത് വന്നപ്പോണ്ട് ഒരാള് പയ്യനെയും കുട്ടീനെയും ഇങ്ങനെ തീറ്റ കൊടുത്ത് വെള്ളം കാട്ടുക.
അപ്പൊ ഈ മലക്ക് വെറുതെ ഇങ്ങനെ വിളിച്ചു പൈക്കുട്ടിനെ. ആ പൈക്കുട്ടി ഇങ്ങനെ വന്നു. അതിന്റെ കലിപ്പിൽ അങ്ങനെ തോന്നി. കുതിരന്റെ അടുത്ത് വന്നാണ് നിന്നു. അതിൽ ഇയാൾ വന്നിട്ട് വിളിച്ചു, ഇങ്ങോട്ട് നിന്റെ കുട്ടിനെ ഇങ്ങോട്ട് തരുന്നു. അപ്പോ മലക്ക് പറഞ്ഞു, അത് ഇങ്ങളതല്ല, അത് ഇങ്ങളതല്ല, അത് ഇന്റെ കുതിര വെറ്റതാ. ഈ പജ്ജ എങ്ങനെ കുതിര പൈക്കുട്ടിനെ പറയല്? എന്താ ഈ പറയണേ? ഇന്റേതാണ്. എന്ത് കാട്ടിയാലും സമ്മതിക്കൂല, എങ്ങനെയാണെങ്കിലും സമ്മതിക്കൂല. അവസാനം തീരുമാനിച്ചു നമ്മളെ കാളിയന്മാരോട് പറയാം, ഇന്ന് നമുക്ക് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആകെ വിഷയമായി. അപ്പൊ മലക്ക് ആദ്യം പറഞ്ഞു, ഇങ്ങനെ ഒരു കേസ് വരും, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണ്ട്. അപ്പോ ഒരു കാര്യം ചെയ്യങ്ങളെ എനിക്ക് അനുകൂലമായി വിധിക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ കേസ് കൊടുത്തു. കാളിയര് പറഞ്ഞു, കുട്ടിയാ കുതിരന്റെ അപ്പല്ലേ, അപ്പൊ നിങ്ങളെ പജ്ജ് വെറ്റതല്ല, അത് കുതിര വെറ്റതായിരിക്കും, വല്ല അഡ്ജസ്റ്റ്മെന്റും നടന്നിട്ടുണ്ടാവും, നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യും, അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് വിധിച്ചു. ഇയാൾ നിരാശനായി അടുത്ത കാളിയരെടുത്ത് പോയി. ഇങ്ങനെയാണ് വിഷയങ്ങള്, അതുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോ അയാളും ഇതേപോലെ തന്നെ ഈ പൈക്കുട്ടി കുതിരന്റെ കുട്ടിയാണ് എന്ന് വിധിച്ചു കൊടുത്തു. മൂന്നാമത്തെ ആളെടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം കേസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും തരാം, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അനുകൂലമായി വിധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ കാളിയേര് പറഞ്ഞു, എനിക്ക് ഈ ഇതിൽ വിധിക്കാൻ കഴിയൂല. എന്തേന്ന് വെച്ചാൽ എനിക്ക് ഹൈലാണ് കാരണം, എനിക്ക് ആർത്തവാണ്, ഹൈല്. ആണുങ്ങൾക്ക് ഹൈലോ? അത് ശരി, കുതിര പജ്ജനെ പറയാമെങ്കിലും പിന്നെ എന്താണ് ആണുങ്ങൾക്ക് ഹൈലുണ്ടാകണ എന്തായി സംഗതി ഇതെന്താന്നാ ചോദിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ് ബനു ഇസ്രായേലിന്റെ അവസ്ഥ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് അവിടെ ഈ വിവാഹം അന്വേഷിച്ചു പോയത്. ഞാൻ പറഞ്ഞു വന്നത് ഒരാളുടെ ഖേദം, നാലാമത്തെ ഖേദം കാലാഘട്ടം നഷ്ടത്തിലാകുന്നതാണ്. അതേതാണ്? ഭാര്യ മോശമാകലാണ്. അള്ളാഹു നമ്മളെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം ഗസാലി തങ്ങളെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതാണ് ഗസാലി ഇമാം പറഞ്ഞു, നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ തലയിലെ രത്നം പതിച്ച കിരീടം പോലെയാണെന്നാണ്. അതൊരു പോറായിട്ട് കരുതൂലല്ലോ, നല്ല അഭിമാനമായിട്ടാണ്, നല്ല മട്ടത്തിലാണ് അത് കരുതുക. നേരെ മറിച്ച് മോശമായ ഭാര്യ എന്ന് പറഞ്ഞ വയസ്സന്മാരെ തലയിൽ വെച്ചുകൊടുത്ത ഇപ്പുംചാക്ക് പോലെയാണ് എന്നാണ്. കാരണം ഈ ഇപ്പുംചാക്ക് ഇടാൻ വേണ്ടി കുമ്പിട്ട ആള് വിൽക്കും, അല്ലാതെ ഇങ്ങനെ ഏറ്റി നിൽക്കുകയാണെങ്കിൽ എത്ര ചിത്ത ഏറ്റി നിൽക്കുക, ആ കോലത്തിലാണ് എന്നാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വൈവാഹിക ജീവിതം നന്നാവാൻ എന്നും സൂറത്തു റഹ്മാൻ ഓതിയാൽ മതി എന്ന് ഇമാം യാഫിഈ തങ്ങളെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചതായി കാണാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല. മഹാനരായ സയ്യിദുനാ അലി ബിൻ അബീ താലിബ് തങ്ങൾ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ഒന്ന് നഷ്ടപ്പെടുത്തിയ അവസരം, മറ്റൊന്ന് നഷ്ടപ്പെടുത്തിയ സമയം. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വായയിൽ നിന്ന് വിട്ട വാക്ക്, മൂന്നാമത് പറഞ്ഞത് എന്താണ്? വായയിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വിട്ട് ഒരാളെ ചീത്ത പറഞ്ഞു, അത് വീണത് തന്നെ പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂല. കാരണന്മാര് പറയില്ലേ, കറന്ന പാല് ഔട്ട് പൊക്കൂല എന്നുവെച്ചാൽ പാല് കറന്നത് പിന്നെ ഇത്ര വേണ്ടിയിരുന്നില്ല, പൈക്കുട്ടിക്ക് കൊടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സിറിഞ്ച് എടുത്തിട്ട് അങ്ങോട്ട് തന്നെ കുത്തി കയറ്റി നിൽക്കുക, കയറൂല. അത് അങ്ങനെയാണ് അതിന്റെ സംഗതി. ആ കറന്ന പാല് ഉള്ളിക്ക് പോകൂല, എറിഞ്ഞ കല്ല് അത് തിരിച്ചുകൊണ്ടുവരാൻ കഴിയൂല. ഒരാളൊരൊറ്റ ഏറ് വെറുതെ മൂച്ചിക്ക് എറിഞ്ഞതാ, പക്ഷെ അപ്പുറത്തുണ്ട് പോത്തി നോക്കണ പീരു അടക്കലുണ്ട്, ഓന്റെ മണ്ടക്ക് വികുമ്പോ കല്ല് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പുറത്തേക്ക് വിഗ് പറയാൻ പറ്റൂല. പിന്നെന്താണ്, അത് വികണത് കൊള്ളുകയാണെങ്കിൽ കൊള്ളുക, പോകുകയാണെങ്കിൽ പോവുക. എറിഞ്ഞ കല്ല് തിരിച്ചുകൊണ്ടുവരാൻ കഴിയൂല, പറഞ്ഞ വാക്കും കഴിയൂല. അങ്ങനെയാണ് നമ്മളൊരാള് കാലുമ ചോട്ടിയപ്പോ എവിടെ കാടാൻ നോക്കണമെങ്കിൽ ലോക ചൂടാകല്. അവസാനം സാരല്ല, ചൂടായപ്പോ പറഞ്ഞതാ, ആയിക്കോട്ടെ സാരല്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് അയാളെങ്ങനെ കാണാണ് നമ്മളിങ്ങനെ കാണുക. ഏതാ പീ ചെറുക്കം, ഏതാ അന്ന് ചൂടായ ചെറുക്കൻ, ചെങ്ങയ ചൂടായ ആ മനസ്സിൽ ആ പുള്ളി എപ്പോഴും ഉണ്ടാകും. ഇതാണ് സയ്യിദുനാ അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഇതാണ് ഒരു മുഅ്മിനിന്റെ ലക്ഷണം. യാ അയ്യുഹല്ലദീന ആമനൂ. എന്നിട്ടോ നിദാഉം മിനൽ ഹബീബി ലിൽ ഹബീബ്, ഇഷ്ടമുള്ള അടിമയോട്, മുഅ്മിനീങ്ങളോട്, സർട്ടിഫൈ ചെയ്യപ്പെട്ടവരോട് അല്ലാഹു ഒരു വിവരം അറിയിക്കുകയാണ്. മയ്യർതദ്ദ മിൻകും അൻ ദീനി, ദീനിൽ ഒരുപാട് വിഘടനവാദങ്ങൾ വരാനുണ്ട്, ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകൾ വരാനുണ്ട്, അതേ പലതും വരാനുണ്ട് എന്ന മുന്നറിയിപ്പ് ഗവൺമെന്റ് നമുക്ക് മുന്നറിയിപ്പ് റോഡുകളിൽ നൽകുന്നത് എന്തിനാണ്? അപകടത്തിൽ പെടാതിരിക്കാനാണ്. എന്തിനാണ് റെഡ് ലൈറ്റ് സിഗ്നലിൽ കാണിക്കുന്നത്? അപകടം പെടാതിരിക്കാനാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. മയ്യർതദ്ദ മിൻകും അൻ ദീനി. ഒരുപാട് വിഘടനവാദങ്ങൾ വരാനുണ്ട്. ആ വിഘടനവാദങ്ങളിൽ ഒന്ന് ശിർക്കാണ്, ബഹുദൈവത്വമാണ്. 2 കുഫറാണ്, സത്യനിഷേധമാണ്. 3 ബിദ്അത്താണ്, അനാചാര ചിന്താഗതിയാണ്. 4 ഫിസ്ഖാണ്, തമ്മാടിത്തമാണ്. ഇങ്ങനെ 4 വിധത്തിലുള്ള വിഘടന വിധ്വംസന പ്രവർത്തനങ്ങൾ ലോകത്ത് വരാനുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കണേ. വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറഞ്ഞു, ലഖദ് തറക്തുകും അലാ മില്ലത്തിൽ ബൈളാ ലൈലുഹാ വനഹാറുഹാ സവാ ഫഇന്നഹു ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക് വഇന്നഹു മൻ യഅ്ശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ വഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അതേ, നിങ്ങൾ നിലകൊള്ളുന്ന ആദർശ പ്രസ്ഥാനം, അതേ ഈ മഹത്തായ ആദർശം, ഈ സത്യപ്രസ്ഥാനം മില്ലത്തുൽ ബൈളാ, അതിൽ വളച്ചുകെട്ടില്ല, കൂട്ടിച്ചേർക്കലില്ല. ശരിയായ ആദർശമാണ്. ലൈലുഹാ വനഹാറുഹാ സവാ. അതിൽ ഒരിക്കലും അപകടം മണക്കേണ്ടതില്ല. പൂർവീകരായ സ്വാത്വികരായ ഇന്നലുകളിൽ പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങളിലൂടെ നമുക്ക് കൈമാറി വന്ന മഹത്തായ ആദർശമില്ലയോ? വമാലിക്കും വസായിറുൽ ആഇമ്മ കദാ അബുൽ ഖാസിം ഹുദാത്തുൽ ഉമ്മ. 4 മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച, താബിഈങ്ങൾ പഠിപ്പിച്ച, മഖ്ദൂമങ്ങൾ പഠിപ്പിച്ച, മമ്പുറന്തങ്ങൾ പാപ്പ പഠിപ്പിച്ച മഹത്തായ ആദർശം. ആ ആദർശമാണ് യഥാർത്ഥ അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം. അല്ലാഹു മരണം വരെ നിലനിൽക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പോയ കാലങ്ങളിൽ ഒരുപാട് വിഘടനവാദികളുണ്ടായിരുന്നു. അവർ നിസ്കാരം നിർവഹിക്കുന്നവരായിരുന്നു, അവർ നോമ്പെടുക്കുന്നവരായിരുന്നു. ഖാദിയാനികൾ ഹജ്ജ് ചെയ്യുന്നവരാ, ഖാദിയാനികൾ നോമ്പെടുക്കുന്നവരാ, ഖാദിയാനികൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ, ഖാദിയാനികൾക്ക് ആരാധന രംഗത്ത് ഒരുപാട് ശുഷ്കാന്തി കാണിക്കുന്നവരാ, അനുഷ്ഠാന രംഗത്ത് കണിശത കാണിക്കുന്നവരായിട്ടും ലോകമതങ്ങളിൽ ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും മതഭ്രഷ്ട കാണിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വേലിയുടെ പുറത്തിരുത്തുന്ന വിഭാഗമായത് എന്തിന്റെ പേരിലാണ്? അവരുടെ ബാഹ്യ പ്രകടനങ്ങളും ആന്തരിക വിശ്വാസങ്ങളും രണ്ടും 2 ധ്രുവങ്ങളിലൂടെയായതിന്റെ പേരിലാണ്. മഹാനരായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയ ആൾ ആരാ? അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ കൊലപ്പെടുത്തിയ ഘാതകനെ പിടിച്ചു. ചില ആളുകൾ ആവേശം മൂത്ത് ചില ആളുകൾ അദ്ദേഹത്തിന്റെ കൈ മുറിച്ചു, കാല് മുറിച്ചു, ചെവി പിടിച്ചു അരിഞ്ഞു. നാവ് ഇങ്ങനെ അരിയാൻ ഒരുങ്ങിയപ്പോ അതുവരെ പകർച്ചല്ലാത്ത അയാളെ കരഞ്ഞു. അത് നിങ്ങൾ എടുക്കരുത്. എന്തേന്ന് വെച്ചു, റൂഹ് പിരിയുന്നത് വരെ എനിക്ക് ദിക്റല്ലാനുള്ള നാവാണ്. റൂഹ് പിരിയുന്നത് വരെ ദിക്ർ ചൊല്ലാനുള്ള നാവാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആകുന്ന മുത്തുനബിയുടെ പുന്നാര മരുമകൻ, വൈജ്ഞാനിക ലോകമാകുന്ന മുത്തുനബിയുടെ സമക്ഷത്തെങ്കിലേക്ക് ഇൽമ് തേടി പോവാനുള്ള കവാടവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാൻ. ആ മഹാന്റെ വധത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആള് പറയുന്നുണ്ട്, നാവൊന്നും ചെയ്യരുത്, എനിക്ക് ദിക്റല്ലാനുള്ള നാവാണ്. എന്താ പ്രശ്നം? ആ വ്യക്തിയുടെ വിശ്വാസവും അനുഷ്ഠാനവും രണ്ടും 2 മേഖലയിലൂടെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വരും. എന്താണ് അങ്ങനെ വരാനുള്ള കാരണം? 4 വിഷയമാണ് ഇങ്ങനെ വിഘടന ചിന്താഗതിക്കാർ വരാനുള്ള കാരണം. 1, യുക്തി കൊണ്ട് മതത്തെ അളന്നു എന്നതാണ്. അത് ഇബ്ലീസിയൻ ചിന്താഗതിയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആദം നബി അലൈഹിസ്സലാമിനെ എങ്ങനെ പടച്ചപ്പോ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്.
അങ്ങനെ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഇബ്ലീസ് എന്താ ചിന്തിച്ചത്? ആദമിനെ മണ്ണ് കൊണ്ടാണ് പടച്ചിട്ടുള്ളത്, എന്നെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മണ്ണ് കൊണ്ട് പടച്ച ഒരാള് മണ്ണിന്റെ ഗതി താഴോട്ടാണ്, തീയിന്റെ ഗതി മുകളിലോട്ടാണ്. പുക മേപ്പെട്ടാണല്ലോ പൊന്തല്. അവിടെ കുരുത്തം കെട്ട ഗുരുത്താകർഷണമൊന്നുമില്ലല്ലോ. അതങ്ങനെ അങ്ങനെ അങ്ങനെ പോകലാണ്, മേലേക്ക് പൊന്തി പോകലല്ലേ അല്ലേ? ഗ്രാവിറ്റേഷൻ അതിനൊന്ന് ബാധിക്കാത്ത രൂപത്തിൽ അങ്ങനെ മേലേക്ക് അങ്ങനെ കയറി പോണാണ് അല്ലെ? ഇവിടെ കൈ പോണ ഒരു കുടുത്തമല്ല. അപ്പോ ആദം നബി അലൈഹി സ്വലാമിനെ പടച്ചത് എങ്ങനെ? മണ്ണുണ്ട് താഴേക്കാണ്. ഇന്നെ പടച്ചതോ തീയുണ്ട് മുകൾക്കാണ്. അപ്പൊ താഴോട്ട് ഗതിയുള്ള ഒരാൾക്ക് മുകളിലോട്ട് ഗതിയുള്ള ഞാൻ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അത് എന്നോട് തന്നെ പറയേണ്ടിയില്ലായിരുന്നു. വിശിഷ്യ ഞാൻ സുജൂദ് ചെയ്യാത്ത ഒരൊറ്റ സ്ഥലവും ആകാശ ലോകത്തില്ല. എല്ലാ വൈജ്ഞാനികമായ മേഖലയിലും ഉയരത്തിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് പറയേണ്ടിയില്ലായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല എന്നാണ് ഇബ്ലീസ് ചിന്തിച്ചത്. യഥാർത്ഥത്തിൽ മണ്ണ് പറഞ്ഞാൽ ഉണ്ടാക്കാനുള്ളതാണ്, തീ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാനുള്ളതാണ് അല്ലേ? ഈ ഇരുമ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നശിപ്പിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ അപ്പുറത്ത് വേറെ സാധനമായിട്ട് ഇങ്ങനെ വരുന്നത്. ആ ഇൽമിലേക്ക് ഇബ്ലീസ് പോയില്ല. അപ്പോ പ്രമാണത്തെ യുക്തി കൊണ്ട് അളന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഒരാളെ പ്രസംഗത്തിൽ നിന്നാൾ കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ഒരാൾ പറഞ്ഞതിനെ പരിഹസിക്കുക. എന്താണ്? നബി തങ്ങൾ നടന്നു പോകുന്ന സമയത്ത് പാറയിൽ അടയാളുണ്ടായിരുന്നു. ഡൽഹി പോയപ്പോ നബി തങ്ങളുടെ പാദം സ്പർശിച്ച കല്ല് അവിടെ കണ്ടു. എന്ത് പാദം സ്പർശിച്ച കല്ല്? അങ്ങനെ നബി തങ്ങൾ നടക്കുമ്പോ പാറമ താന്നുകൂടെങ്കിൽ മണ്ണുകൂടെ എങ്ങനെ നടക്കുക? മണ്ണിലൂടെ എങ്ങനെ നടക്കുക? വല്ലാത്തൊരു ചോദ്യമാണല്ലോ. അജാതി കുറെ പൊട്ടീസൻ ചോദ്യം ചോദിക്കുന്ന ആളുകൾ കാണാം. മതത്തെ യുക്തി കൊണ്ടളക്കാൻ പാടില്ല. മഹാനരായ അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞതുപോലെ ലൗ കാന ദീനു ബിർറഈ ലകാന ബാത്തിനുൽ ഖദമൈനി അഹഖ മിൻ മസ്ഹിമാ അഹഖ ബിൽ മസ്ഇ മിൻ ലാഹിരിഹിമാ വലാകിൻ റഅയ്തു അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ ലാഹിറഹുമാ. ലൗ കാന ദീനു ദീനാണെങ്കിൽ അനുസരിച്ച് യുക്തി കൊണ്ടാണെങ്കിൽ ലകാന ബാത്തിനുൽ ഖദമൈനി അഹഖ ബിൽ മസ്ഹിമാ, കുഫ തടകുമ്പോ അടിയിലായിരുന്നു തടവേണ്ടിയിരുന്നത്. കാരണം നടന്നു പോണത് അടിയിലല്ല, മണ്ണിട്ടിനോട് അടിയല്ലേ. പക്ഷേ പിന്നെ മുകളിലൂടെ എന്താ കുഫ തടയാൻ കാരണം? വലാകിൻ റഅയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ ലാഹിറഹുമാ. നബി തങ്ങൾ കുഫ തടവാറുള്ളത് മുകളിലാണ്. ഇത് കണ്ടുകാടി ചില ആൾക്കാർ പറയും ചെരുപ്പമ്മ തടയാണ്. അങ്ങനെ കാല് കഴുകണീന് വാരി പിസ്കന്മാരെന്താ ചെയ്യല്? ഓല് നേരെ ചെരുപ്പമ്മ തടയാണ് പള്ളിയിൽ കൊണ്ട് ഇങ്ങോട്ട് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഒടുവില റക്കായത്തിൽ ജുമാക്ക് കുറെ ആൾക്കാർ വന്നു പറഞ്ഞു, കുട്ടികൾ ചെറുക്കന്മാർ സ്കൂളിട്ടിട്ട് ഓടി വന്നു പറഞ്ഞു. ഓടി വന്നിട്ട് ഒക്കെ എല്ലാവരും 2 റക്കായത്ത് നിസ്കരിച്ചപ്പോ ഒരാൾ പോരാ 2 നിസ്കരിച്ചാ പോരാ 4 നിസ്കരിക്കണം, നിങ്ങൾക്ക് അത്തഹിയ്യാത്തല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു അതന്നെ കിട്ടിയത് ഉളുണ്ടാക്കാതെ വന്നുകൊണ്ടാണ്. അപ്പൊ ഈ നിലക്ക് നിസ്കരിച്ചിട്ട് എന്ത് കാര്യ? ഇങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്? അപ്പോ ഇവിടെ വിഘടനവാദം വരാനുള്ള കാരണം പ്രമാണങ്ങളെ യുക്തി കൊണ്ടളന്നു എന്നതിന്റെ പേരിലാണ്. ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് എന്നുള്ളത് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നു. എന്നാ ഒരാൾ പറയണു, എങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് ഇക്കൂടെ വന്നത്? സ്വർഗം എവിടെയുള്ളത്? പിന്നെ എങ്ങനെ തട്ടിൻ തടവില്ലാതെ ഇവിടേക്ക് വന്നത്? ഇസ്കാലാണ്. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് വരുമ്പോ വെറുതെ വന്നിട്ടില്ല, 10 സാധനം കൊണ്ടാ വന്നത്. എത്ര സാധനം? കുറെ 10കൾക്ക് കുറെ പ്രത്യേകത ഉണ്ട്. 10 ജീവി സ്വർഗത്തിലുണ്ട് എന്നാ. 10 സാധനം കൊണ്ടാണ് ആദം നബി വന്നത്. അതിൽ ഒന്നാണ് ഏത്? ഹജറുൽ അസ്വദ്. അൽ ഹജറുൽ അസ്വദു യാഖൂത്തും മിനൽ ജന്ന ഖാല റസൂലുള്ളാഹി യാഖൂത്താനി, 2 റുക്നൈൻ. അതിനെക്കുറിച്ചും അങ്ങനെയുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലാണ് ഏത്? ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത്. ആദ്യം ഹജറുൽ അബിയലായിരുന്നു, പിന്നീട് അതിനെ ആളുകളുടെ പാപം കാരണം അതങ്ങനെ കറുത്തുപോയതാ, ചുംബിച്ചിട്ട്.
ആ ഹജറുൽ അസ്വദ് നമ്മളിങ്ങനെ സ്കാൻ ചെയ്യുന്നതാണ്. ഓരോ ആളുകൾക്ക് സാക്ഷി നിൽക്കാനുള്ളത്. അള്ളാഹു അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മയൊക്കെ പെടുത്തുമാറാവട്ടെ. സംസം വെള്ളം കുറെ ആളുകൾ ഇങ്ങനെ അവിടുന്ന് ചുമന്നു കൊണ്ടുവരുന്നു, ഒരു കാര്യമല്ല എന്നാ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് രോഗശമനമാണ്, വെള്ളമാണ്, ദാഹത്തിന് ശമനമാണ്, ഭക്ഷണത്തിന്റെ സ്ഥാനത്വമാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകമാകുമ്പോ എന്ത് പ്രത്യേകതയെ അതിനുള്ളത്? അങ്ങനെ ചോദിക്കാൻ അതെങ്ങനെയാ ഇജാതി ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നത്. രണ്ടാമത്, ഇത്തരം ആളുകൾ വിഘടനവാദത്തിൽ അകപ്പെടാൻ കാരണം അള്ളാഹു ആദരിക്കാൻ വേണ്ടി പറഞ്ഞതിനെ അനാദരിച്ചു എന്നാണ്. ലോകത്ത് ഈ വിഘടനവാദങ്ങൾ വരാനുള്ള കാരണം അതാണ്. അള്ളാഹു ബഹുമാനിക്കാൻ കൽപ്പിച്ചതിനെ ബഹുമാനിക്കണം. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് ഖാല അല്ലാഹു അസ്സ വജൽ. അള്ളാഹു ആദരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടതിനെ ബഹുമാനിക്കണം. അമ്പിയാക്കളുടെ വിഷയത്തിൽ ലോക ജനത 4 വിഭാഗമാണ്. എത്ര വിഭാഗ? ആരാധിക്കുന്നവർ, ആദരിക്കുന്നവർ, അനാദരിക്കുന്നവർ, നിഷേധിക്കുന്നവർ. ഒന്ന് പറഞ്ഞാട്ടെ. ഒന്നനെ രണ്ടോട്ടം പറയുന്നുണ്ടോ? തിന്നല് ഹലാലായ 4 ജീവികളെ പേര് വരാൻ പറഞ്ഞപ്പോ 4 പോത്ത് കയറുന്ന ഒരാള്, വേറെ ഞാൻ എണ്ണണ്ടല്ലോ എന്നുള്ള നിലയ്ക്ക്. അങ്ങനല്ല. അപ്പോ ആരാധിക്കുന്നവർ, ആദരിക്കുന്നവർ, നിഷേധിക്കുന്നവർ, അനാദരിക്കുന്നവർ. ആരാധിക്കുന്നവരാണ് ജൂതക്രൈസ്തവർ. ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കുന്നവരുണ്ട്, ഉസൈർ നബി അലൈഹിസ്സലാമിനെ അങ്ങനെ കുറെ ആളുകളുണ്ട്. ആരാധിക്കുന്നവർ. നിഷേധിക്കുന്നവരാണ് നിരീശ്വരവാദികൾ, അതുപോലെ യുക്തിക്ക് വാദം പിടിച്ച യുക്തിവാദികൾ. ഓരോ യുക്തിക്കൊക്കെ വാദമാണ്, അതാണ് യുക്തിവാദി എന്ന് പറയാൻ കാരണം. മൂന്നാമത്തെ വിഭാഗമാണ് അനാദരിക്കുന്നവർ, ഇകഴ്ത്തി കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനാദരിക്കുക ഒരുപാട് ആളുകൾ. സാധാരണക്കാരനാണെന്ന് പറയാം, ഒരു പ്രത്യേകതല്ല. അവരുടെ നേതാവായിരുന്നു അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന സുഫത്തിന്റെ അഹ്ലുകാരായ മദീനത്തെ പള്ളിയിലെ മുതഅല്ലിമീങ്ങൾക്ക് ചെലവ് കൊടുക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തിയിരുന്ന ആള്. നബി തങ്ങളുടെ ഇൽമുൽ ഗൈബിനെ ചോദ്യം ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസാധാരണത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. വാപ്പ എന്ന് നന്നായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് മുത്തുനബി ഉതുണ്ടാക്കിയ വെള്ളം ഒരു ദിവസം കൊണ്ടേ കൊടുത്തു. വാപ്പ അതൊന്ന് കുടിക്കുന്ന പറഞ്ഞിട്ട് കുടിച്ചു കഴിഞ്ഞിട്ട് എന്തേ ഇത് തന്നീന്ന് ചോദിച്ചു. ഒന്നുമല്ല, അത് മുത്തുനബി ഉതുണ്ടാക്കിയ വെള്ളം. സഖൈത്തനി ബൗല ഉമ്മിക്ക്, അന്ന് അമ്മാന്റെ മൂത്രം തന്നൂടെ എന്നോടാ, എനിക്ക് അതിനേറെ നല്ല അതാണെന്നാ പറഞ്ഞത്. ഓന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുളു എടുത്ത വെള്ളത്തിന് മൂല്യമുണ്ട്. ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാം അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞ ഒരു ആരാധനാലയം വിട്ടുകൊടുത്തത് സ്വീകരിച്ച് അവിടെ എങ്ങനെ ശുദ്ധികലശം നടത്തണം, അതിന്റെ പ്രതിവിധിക്ക് വേണ്ടി വന്ന ഒരു സ്വഹാബികളുടെ ചരിത്രം കുറച്ച് ദിവസം മുമ്പ് വീടിനെ പറ്റി നമ്മൾ പറഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, രണ്ടാമത്തെ കാര്യം ആദരിക്കേണ്ടവരെ അനാദരിച്ചു എന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രബോധനം 6 ഘട്ടമായി തരംതിരിച്ചതായി കാണാം. അദ്ഉക്കും അവ്വലൻ ഇലാ വുജൂദില്ലാഹ്, അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നു. അള്ളാഹു തആല എല്ലാ മോശമായ വിശേഷണങ്ങളിൽ നിന്ന് മുക്തനായി പരിശുദ്ധമായ വിശേഷണങ്ങൾ മാത്രമുള്ളവനാണ് എന്നും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞതിന്റെ ശേഷം ثم أدعوكم سادسا إلى تعظيم الأرواح المقدسة الطاهرة, പരിശുദ്ധ ആത്മാക്കളെ ബഹുമാനിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അമ്പിയാക്കളെ ആദരിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം, ഇൽമിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ചീത്ത പറയാൻ പാടില്ല. ഇന്ന് ചോദ്യത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽപ്പെട്ട ഒന്നതാണ്, വിശദീകരിക്കാൻ സമയമില്ല. ഇല്ലം യകുനിൽ ഉലമാഉ വലിയൻ, ഇല്ലം യകുനിൽ ഉലമാഉ ഔലിയാ
فليس لله ولي. ഇമാം നബവി റളിയല്ലാഹു അൻഹു അത്ബിയാൻ ഫീ ആദാബി ഹമലത്തിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളല്ലെങ്കിൽ അല്ലാഹുവിന് ഔലിയാക്കളില്ല. അതുകൊണ്ട് ആലിമീങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാണ്, ആലിമീങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. ഇൽമുള്ള ആളുകൾ എപ്പോഴും മൂല്യമുള്ളവരാണ്. അതുകൊണ്ട് ഇൽമു കുറഞ്ഞവർ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ഉലമാക്കളുടെ നേരെ കുതിര കയറുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വിഷയമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ആലിമീങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ ഖാല റസൂലുള്ളാഹി. ഡൽഹി ഭരിച്ചിരുന്ന പഴയ കാലത്തൊരു ഭരണാധികാരിയാണ് സുബ്തക്കീൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ. അയാളുടെ മോന്റെ പേരാണ് മഹ്മൂദ് ബിൻ സുബ്തക്കീൻ. ഈ സുബ്തക്കീൻ എന്ന് പറഞ്ഞ ആള് വളരെ ഒരു വിരൂപനായ ഒരു കറുത്ത ഒരു മുത്താണ്. ഈ മഹ്മൂദ് എന്ന് പറഞ്ഞ ഒരാളോ അയാള് നല്ല വെളുത്ത, നല്ല ബ്യൂട്ടിഫുൾ, നല്ല ചുറുക്കുള്ള ഒരാളാണ്. അപ്പോ ഈ മഹ്മൂദിനൊരു സംശയം, എന്റെ വാപ്പ ഇയാളെന്നെ അല്ലേ? അങ്ങനെ ഉണ്ടാകൂല ചിലപ്പോ സംശയം. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മജ്നൂൻ എന്ന ഒരാൾ ആരോപിച്ചപ്പോ ഖുർആന് 10 ആരോപണം അയാൾക്ക് തിരിച്ചിട്ടു. ആരോപണമല്ല, ശരിക്കും ഉള്ളതാണ് തിരിച്ചിട്ടു. അതായത് വലാത്തുത്തേക്കുല്ല ഹല്ലാഫിൻ, കള്ള സത്യം ചെയ്യുന്ന, മശാഇം നമീമത്ത് പറയുന്ന, അങ്ങനെ വിത്തനുണ്ടാക്കുന്ന, മന്നാ ഇല്ലിൽ ഖൈരി, ഖൈർ മുടക്കുന്ന എന്നൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു. അവസാനം പറഞ്ഞത് സനീം, ജാരസന്തതിയാണ്, അറാമ്പർപ്പാണ്, അറിയില്ലേ, അങ്ങനെയാണ്. അപ്പൊ ഇയാളിങ്ങനെ ആലോചിച്ചു, 10 കാര്യം ഇപ്പൊ ഇറങ്ങിയതിൽ 9 ശരിയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ്, 9 ഇന്നിലുണ്ട്. ഈ 10ാമത്തത് എങ്ങനെയപ്പോ? ഇനി ഉമ്മാനോട് നേരിട്ട് ചോദിച്ചു നോക്കാം, ഉമ്മാക്കെല്ലാം അറിയാം. ഞാൻ ജാരസന്തതിയാണോ അല്ലേ എന്നുള്ളത് ഞാൻ ഉമ്മാനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നുള്ള എനിക്ക് ഉമ്മാനോട് പോയി ചോദിച്ചു. ഉമ്മ, ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതുകൊണ്ട് എന്തായാലും സത്യാവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ, ഇജ്ജ് വാപ്പാന്ന് വിളിക്കുന്ന ആൾക്കേ വിഷയാധരണത്തിന് കഴിഞ്ഞിരുന്നില്ല. അപ്പൊ കഴിയാതെ വന്നപ്പോ ഞാൻ എന്റെ പൂർത്തീകരണത്തിന് വേറൊരാളെ സമീപിച്ചു. അങ്ങനെ ഉണ്ടായതാ ഇജ്ജെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായതാ ഞാൻ ഒരൊറ്റ ചവിട്ട് ഉമ്മാനോട് കൊന്നു. അത് ശരി, എന്നാ അങ്ങനത്തെ അമ്മച്ചു വേണ്ട, വാപ്പല്ലേ, എന്നാ വാപ്പല്ലെങ്കിൽ ഉമ്മയും വേണ്ട എന്നുള്ള തീരുമാനാക്കി, പെട്ടെന്ന് തീരുമാനാക്കി. അങ്ങനെ അപ്പോ ഇയാൾക്കൊരു സംശയം, എന്തെങ്കിലും സംഭവം ഉണ്ടോ? സംശയിക്കാൻ പാടില്ല, എന്നാലൊരു സംശയം. രണ്ടാമത്തെ സംശയം, മൂല്യന്മാരൊക്കെ വേറെ അറിയുന്നുണ്ട്, അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കൾ എന്ന് പറഞ്ഞാല്, ഉലമാക്കൾ എന്ന് പറഞ്ഞാല് അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഹദീസ് സഹീഹാണോ ദഈഫാണോ, അത് ശരി തന്നെയാണോ അല്ലേ? അത്ര പവർ മൂല്യന്മാർക്ക് ഉണ്ടോ? എന്താണ് ഈ പറയണത്? 2. മൂന്നാമത്തത് എന്താണ്? ഞാൻ ദുന്യാവിൽ കുറെ നിക്കരിക്കുന്നുണ്ട്, നോമ്പ് ഒലിക്കുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിലാ നരകത്തിലാ? ഇതാണ് മൂന്നാമത്തെ സംശയം. അങ്ങനെ 3 സംശയമായിട്ട് ഇങ്ങനെ പോവുക. ആ സംശയം ഇങ്ങനെ ഉണ്ടാവുമ്പോ, 1 അല്ലുലമാ, ആ ഹദീസ് സഹിയാണോ അല്ലേ? 2 വാപ്പ ഇയാൾ തന്നെയാണ്. 3ാമത്തെ എന്താ? ഞാൻ സ്വർഗത്തിലാ നരകത്തിലാ? ആരോടപ്പ ചോദിക്കുക? വാപ്പാണ്ട് ചോദിക്കാൻ പറ്റുമോ? വാപ്പ ഇത് ശരി തന്നെ, മോശമല്ലേ? അത് ചോദിച്ചാലേ ഓർമ്മ ഉണ്ടാകുള്ളൂ. അപ്പൊ എങ്ങനെയാണെങ്കിലും എന്താ കാട്ടുക? അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി പോയി ഒഴിഞ്ഞ സ്ഥലത്തിന്. മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണല്ലോ, നല്ല ഫ്രഷ് സാധനമാണ് ഇത് മീൻ എന്ന് പറയുന്നത്. അപ്പൊ മീൻ കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടിരുന്ന ഭക്ഷണമാണ് ഏത്? മീൻ. സ്വർഗത്തിൽ ചെന്ന ആദ്യം നല്ല മീൻ, നല്ല ഫ്രഷ് മീൻ പൊരിച്ചത് അത്രത്തറിയാം. അത് പറയുമ്പോ തന്നെ എത്ര ആൾക്കാരെ തൊള്ളയിൽ വെള്ളം വന്നു, നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങള്. അപ്പൊ അതാണ് ഏത് ഈ മീൻ എന്ന് പറയുന്ന സംഭവം. അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പോയപ്പോ അവിടെ കുറേ ദൂരത്തില് വിളക്ക്, ഒരു വീട്ടില് ഒരു വിളക്കിന്റെ അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എന്തോ നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വിളക്കാണ് കിട്ടും. അങ്ങനെ എത്ര വിളക്ക്, അങ്ങനെ ചങ്ങരി. അങ്ങനെ കുറച്ച് കഴിഞ്ഞൊക്കെ ഉണ്ടാക്കുന്നു. പുസ്തകം പിടിച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വന്നിട്ട് കുറച്ചു നേരമൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് കൂട്ടിയിട്ട് ഒറ്റ പോക്ക അവിടക്ക് മോനെയായിരുന്നു. എന്താ സംഭവം എന്ന് ചോദിച്ചു. ഒന്നുമല്ല, ഞാനൊരു മുത്തല്ലിമാണ്. എന്റെ ഉമ്മ മാത്രമേ വീട്ടിലുള്ളൂ, ബാപ്പയൊന്നും ഇല്ലൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് വളരെ കുറവാണ്. അപ്പോ വിളക്ക് എണ്ണ കഴിഞ്ഞ് കെട്ടതാണ്.
അപ്പൊ അതുകൊണ്ട് അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി നോക്കണമെന്ന് പൂതി കുറെ ദൂരത്ത് വളക്ക് കണ്ടപ്പോ അതാണ് ഇങ്ങോട്ട് നിങ്ങളെ ഈ ലൈറ്റിന്റെ അടുത്തേക്ക് ഞാൻ ഓടി വന്നത് എന്ന് പറഞ്ഞപ്പോ, മോനെ നിന്നെ നിന്റെ ഉമ്മാനെ ഞാൻ വീട്ടിക്ക് കൊണ്ടുപോവാ, ഇജ് അവിടെ പഠിച്ചോ, എനിക്ക് ഏത് ഉസ്താദിനെ വേണ്ടെങ്കിൽ ആ ഉസ്താദിനെ ഇങ്ങോട്ട് വരുത്തിയിട്ട് പഠിപ്പിക്കാം, നല്ല കാര്യല്ലേ പഠിക്കരുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ മോനെ ഉമ്മാനി വീട്ടിലേക്ക് കൊണ്ടുവന്ന് മാന്യമായി സൽക്കരിച്ച് എല്ലാ സംവിധാനങ്ങളും കൊടുത്തപ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ രാത്രി വരികയാണ്. ബുസ്റാലി ഉമ്മത്തിഹി ബിറുഇയതി വജ്ഹിഹി ഹാദാ ഹുവൽ ജാഹുൽ അലീമുൽ അസിയദു യാ റബ്ബി. നബിത്തങ്ങളിലെ ഒരാൾ കണ്ടാൽ അത് വല്ലാത്തൊരു കാഴ്ചയാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ മുത്ത് നബി സ്വപ്നത്തിലൂടെ വന്നിട്ട് പറയാണ്, യാ മഹ്മൂദ് ബിൻ സുബ്തകീൻ അൻത മഈ ഫിൽ ജന്ന ലിഇക്റാമി വാരിസി. ഓ സുബ്തകീൻ എന്നവരുടെ പുത്രൻ മഹ്മൂദേ. ഒന്നാമത്തെ സംശയം തീർന്നു. എന്താ സംശയം? വാപ്പ സുബ്തകീൻ തന്നെയാണോ അല്ലേ എന്നുള്ളതാ. തീർന്നു. ഓ സുബ്തകീന്റെ പുത്രൻ മഹ്മൂദ്, അന്ത മഈ ഫിൽ ജന്ന, നീ എന്നോട് കൂടെ സ്വർഗത്തിലാണ്. രണ്ടാമത്തെ സംശയം തീർന്നു. എന്താ സംശയം? സ്വർഗത്തിലാ നരകത്തിലാന്നുള്ള ഇസ്കാല. അതും തീർന്നു. എന്തേ സ്വർഗത്തിൽ കടക്കാനുള്ള കാരണം? ലിഇക്റാമി വാരിസി, എന്റെ അനന്തരാവകാശിയെ ബഹുമാനിച്ചതിന്റെ പേരിൽ. അഥവാ ഇൽമു പഠിക്കുന്നവൻ അമ്പിയാക്കളുടെ അനന്തരാവകാശിയാണ് എന്ന ആ ഹദീസിലെ സംശയവും കൂടെ തീർന്നു. കാണാം, അങ്ങനെ ഇൽമു പഠിക്കുക എന്നത് വലിയ നേട്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള സ്വാലിഹീങ്ങൾ ഇൽമു പഠിക്കാൻ എല്ലാ നിലക്കും അവർ പ്രതീക്ഷയോടെ രംഗത്ത് വന്നത്. മഹാനരായ ഇമാമുനാ ശാഫിഈ തങ്ങൾ ചെറുപ്പക്കാരനാണ്. ചെറിയ കുട്ടിയായ സമയത്ത് ഇമാം മാലിക് തങ്ങളുടെ അടുക്കിലേക്ക് വന്ന സംഭവബഹുലമായൊരു ചരിത്രം പറയാനുണ്ട്. പക്ഷേ സമയമില്ല. അല്ലാഹു ഇമാം ശാഫിഈ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ബിദ്അത്തുകാരിവിടെ ഉണ്ടാവാനുള്ള കാരണം അള്ളാഹു ആദരിച്ച ബഹുമാനിച്ചതിനെ ഇകഴ്ത്തുക എന്നതാണ്. ആലിമീങ്ങളെ പൊതുജനമധ്യത്തിൽ താറടിക്കാൻ പാടില്ല, ആലിമീങ്ങളെ ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ ചീത്ത പറയുന്ന മജ്ലിസിൽ പങ്കെടുത്താൽ അവിടെ ലഅനത്തിറങ്ങുന്ന മജ്ലിസാണ്. മുമ്പൊരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞതുപോലെ ദുർഗന്ധം വമിക്കുന്ന ചത്ത ശവത്തിൽ നിന്ന് എണീറ്റോടുന്നത് പോലെ ഇതുപോലെയുള്ള മജ്ലിസിൽ നിന്ന് ഓടി അകലണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ബിദ്അത്തുകാര് വരാനുള്ള കാരണം ഇത്തരം നിലപാടുകളാണ്. അതുപോലെ എന്താണ് അവർ വികടവാദത്തിലെത്താൻ കാരണം? പൂർവികരായ മഹാരഥന്മാര് കൊണ്ടുവന്ന മഹത്തായ ആദർശം, ആ ആദർശത്തിന്റെ പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചു എന്നതാണ് പൂർവികരായ മഹാന്മാരുടെ ആദർശം. വത്തബിഉ സബീല മൻ അനാബ്, സ്വാലിഹീങ്ങളുടെ വഴി, ആ വഴിയിലൂടെയാണ് ജീവിക്കേണ്ടത്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രത്യേകതയും അതാണ്. നമുക്കൊരു വ്യക്തമായ പാരമ്പര്യമുണ്ട്. സാധുവായ നിങ്ങളോട് ഞാൻ റമദാൻ 1 മുതൽ വഅദ് പറയാൻ തുടങ്ങിയ വെള്ളിയാഴ്ചയല്ലാത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വഅദ് പറയുമ്പോ ഈ വഅദിന് കിതാബ് നോക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചത് ആരാണ്? എന്റെ സദസ്സിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്, അതുപോലെ ഇൽമു പഠിച്ചവരുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്. അല്ലാഹു ഇൽമിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. അതേ സഖാഫിമാര് സദസ്സിലുണ്ട്, അഹ്സനിമാര് സദസ്സിലുണ്ട്, അല്ലാത്തവരുണ്ട്. വലിയ വലിയ ഉസ്താദുമാരുടെ ശിഷ്യന്മാരാണ്. അവരിൽ നിന്ന് കിട്ടിയ ആദർശമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അവര് പഠിപ്പിച്ചു തന്ന ആശയമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തന്നത് മഹാനരായ